ഈ മണിയുടെ ശബ്ദ സാദൃശ്യം വന്നപ്പോഴത്തേക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഫിഗർ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്താണ്? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നമ്മൾ മണിച്ചേട്ടൻ്റെ ഫിഗറുമായിട്ട് യാതൊരു സാമ്യമില്ലാതിരുന്നൊരു രൂപമായിരുന്നു എൻ്റെ. അപ്പം നമുക്ക് അവസരങ്ങൾ അന്നൊരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഒരു എൻട്രി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോങ് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും? കലാഭവൻ മണിയുടെ ഫിഗർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർക്കൊരു ചെറിയ പ്രശ്നമുണ്ടായത് അല്ലേ? അതെ അതെ, അത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷമാണ്. എന്തായിരുന്നു അനുഭവം? ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഈ ഫിഗറുകളൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തു വരുന്നൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു കലാപ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ, പെർഫോമൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ മണിച്ചേട്ടൻ്റെ ആ വിയോഗം വളരെയധികം എഫക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്നെപ്പോലുള്ള കലാകാരന്മാർക്ക്. കാരണം സ്റ്റേജിൽ ഇത് എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാരെങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ വേഷം അന്ന് ചെയ്തിരുന്നത് ഒരു കറുത്ത പാൻറ്, ചുമന്ന കളർ ഷർട്ട്, കയ്യിലൊരു വള, പിന്നെ വിഗ് ഉണ്ടെങ്കിൽ വിഗ് വെക്കും, അല്ലെങ്കിൽ തൊപ്പിയായിരിക്കും, കുറി വരയ്ക്കും, ഇവിടെ ഒരു പൊട്ടുണ്ടാവും അദ്ദേഹത്തിന്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൈനുകളാണ്. മീശയൊക്കെ കറുപ്പിച്ച് അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഫിഗർ ചെയ്തിരുന്നത്. ചാലക്കുടിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രത്തിലൊരു പ്രോഗ്രാമിന് അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ക്ഷണിക്കുണ്ടായി. അപ്പോൾ ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് അറിയാത്തൊരു ടെൻഷനാണ് എനിക്ക്. കാരണം വെച്ചാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇതെങ്ങനെ ആൾക്കാർ എങ്ങനെ അത് ആക്സെപ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് സീനിയോറിറ്റിയും അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നീ വരാണ്ട് പറ്റില്ല, കാരണം ഇത് അത്രയും വലിയൊരു പരിപാടിയാണ്, ഇവിടെ ഇന്ന് കലാഭവൻ മണിയുടെ പാട്ടുകളാണ് ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മനസ്സോടെ ഞാൻ ചെന്ന്. അപ്പം എൻ്റെ അമ്മോട് ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ എങ്ങനെ പോവും, ഈ വേഷം ഇട്ടിട്ട് എങ്ങനെ പോവും ഞാൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞടാ, മണിച്ചേട്ടൻ്റെ സ്റ്റേജിലെ പെർഫോമൻസ് എന്നല്ല മാറ്റി നിർത്തിയിട്ട് സാധാരണ വേഷം ഇട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലായി. അങ്ങനെ വീട്ടിൽ നിന്നൊരു മുണ്ടും ഒരു കറുത്ത ഷർട്ടൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഹാളിലെത്തി. ഉമ്പായി കുച്ചാണ്ട് എന്ന് പറഞ്ഞ പാട്ട് സ്റ്റേജിൽ ഫസ്റ്റ് പാടുകയാണ്. അങ്ങനെ അവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നെഗറ്റീവായിട്ട്, ഞാൻ പേരൊന്നും പറയണില്ല, വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ കലാഭവൻ മണി മരിച്ചിട്ടില്ല, ഞെട്ടിക്കുന്ന രഹസ്യം പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പലപ്പോഴും മക്കസായുടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് പ്രോഗ്രാം എടുക്കുന്ന ആൾക്കാർ അതിനെ വിൽക്കുന്നത് ഈ കലാഭവൻ മണിയുടെ അപരൻ രഞ്ജു ചാലക്കുടി നയിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറയാം ഞാൻ ഫിഗർ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു അവർ നമ്മളെ വിളിച്ചിരിക്കുന്നത്, അവരവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതല്ലാതെ നീ കയറി കഴിഞ്ഞാൽ അവർ ഒന്നില്ലെങ്കിൽ പേയ്മെന്റ് കുറയ്ക്കും, അല്ലെങ്കിൽ ഷോ അപ്പോൾ ഞാൻ എന്നും ചെയ്യുന്നല്ലേ. ഞാൻ പറഞ്ഞു അവിടെ ഫ്രഷാണ്. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് പല സ്റ്റേജിലും ഇപ്പം ചെയ്യിപ്പിക്കുന്നുണ്ട്. കാര്യം ഇവന് താല്പര്യമില്ലെങ്കിലും അത് അവർ പ്രോഗ്രാം എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, അങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്കൊരു വേദനയാവുമെങ്കിൽ ഞാനായിട്ട് എന്തിനാണ് അതിനൊരു വേദന എടുക്കുന്നത് എന്ന് വെച്ചിട്ടാണ് അതിന് മാറിയുന്നത്. പിന്നീട് സാറ് പറയുന്നത് കേട്ടപ്പോൾ തന്നെയാണ്, എം ജി സാറ് ഒരു ചാനൽ ഷോയിൽ നമ്മൾ എത്രയൊക്കെ തന്നെ വന്നാലും നമ്മുടെ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുക, നമ്മുടെ ശബ്ദത്തിൽ പാടണം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാലും ഐഡൻറ്റിറ്റി കിട്ടുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരിത് കിട്ടും. ഒരുപാട് ചിലപ്പോൾ വൈകുമായിരിക്കും, അതൊരു ഇൻസ്പിറേഷനാണ് എനിക്ക്. പക്ഷേ ഞാൻ മണിച്ചേട്ടൻ്റെ വോയിസ് പാടുമ്പോൾ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഈ സ്റ്റൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് അല്ല. പിന്നെ ഞാൻ ഓൾറെഡി ചാലക്കുടിക്കാരനായതുകൊണ്ടും ജനിച്ചു വളർന്ന അവിടെ ആയതുകൊണ്ടും ആ ഒരു ഭാഷ എൻ്റെ ബോഡി ലാംഗ്വേജിൽ ഇൻബോൺ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയൊരു ശൈലി ഞാനിപ്പോൾ പാടിയാൻ തരാം. എം ജി സാറിൻ്റെ പാട്ട് തന്നെ മണിച്ചേട്ടൻ പാടിയാൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ഒരു പരീക്ഷണം മാത്രമാണ്, എൻ്റെ ഒരു ഊഹം. ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റിപ്പൂവിലോ രുമ്മതരാം. മണിച്ചേട്ടൻ പാടി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അതായത് ശബ്ദമല്ല പറയുന്ന സ്റ്റൈല്. ഓരിലെ താളി ഞാൻ തേച്ചു തരാം, നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം, ചാലിച്ച ചന്ദനം ഞാനൊരുക്കാം, നിന്റെ തൊടുനെറ്റി പൂവിലൊരുമ്മ വയ്ക്കാം. അങ്ങനത്തെ സാധനം വരും.
അതാ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് തനതായ ഒരു ശൈലിയുണ്ട്. പാടുന്ന അതിന്റെ സംഗതികളൊക്കെ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫീലാണ്. അതെ അതെ, അത് ജന്മനാലുള്ള ഒരു സംഭവമാണ്. അതെ അതെ. നന്നായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഇവിടുത്തെ സമയവും അവസാനിച്ചു.